കരയുക. കരച്ചിലിന് അർത്ഥമില്ലാതെ പോകുന്ന കാലഘട്ടമാണിത്. നമ്മുടെ വിഷമതകളെ ഓർത്ത് കരയാതെ ആവശ്യമില്ലാതെ എന്തിനോ വേണ്ടി കരയുന്ന സന്ദർഭങ്ങൾ സ്വയം സൃഷ്ടിക്കപ്പെടുകയല്ലേ. കർത്താവായ യേശുക്രിസ്തു ക്രൂശും ചുമന്നുള്ള യാത്രാമധ്യേ യേശുവിൻ്റെ ആ അവസ്ഥ കണ്ടിട്ട് കുറേ സ്ത്രീകൾ കരയുകയാണ്. യേശു അവിടെ പറയുന്നത്, എന്നെ ചൊല്ലി കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരയുവിൻ. യേശു ആ പറഞ്ഞതിൽ വരാൻ പോകുന്ന യെരുശലേമിൻ്റെ ആപൽഘട്ടത്തെ ഓർക്കുക എന്നതാണ്. പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ വന്ന പുത്രനെ ഓർത്ത് കരയണോ? മറ്റൊന്ന്, തലമുറകളെ ഓർത്ത് ദൈവത്തിനോട് കരഞ്ഞ് പ്രാർത്ഥിക്കുവാനുള്ള ആഹ്വാനം നമ്മളുടെ വിശ്വാസത്തെ ഉദ്ദീപിപ്പിക്കുന്ന ഒന്നാണ്. ഇന്നത്തെ മാതാപിതാക്കളുടെ കണ്ണീരാണ് നാളെ മക്കളുടെ മാഹാത്മ്യമായി മാറുന്നതെന്ന് തിരിച്ചറിയുക. അതിനാൽ ദൈവത്തിനെ ഓർത്ത് കരയാതെ ദൈവത്തിനോട് നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഓർത്ത് കരയുക. 30-ാം സങ്കീർത്തനം 5-ാം വാക്യം. സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാപ്പാർക്കും, ഉഷസ്സിലോ ആനന്ദഘോഷം വരുന്നു. ഏവരുടെ മേലും സമാധാനവും ആശ്വാസവും ഉണ്ടാകുമാറാകട്ടെ.